വലിയൊരു ഭാഗ്യമാണ് 800ഓളം എപ്പിസോഡുകൾ മലയാളത്തിലെ സജീവമായിട്ട് നിൽക്കുന്ന നയതന്ത്ര രംഗത്തുള്ള ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി. അതോടൊപ്പം വർഷങ്ങളുടെ നയതന്ത്ര രംഗത്തുള്ള ശോഭ. അപ്പം വളരെ അടുത്ത് അംബാസിഡർമാരെ ഇടപെടാൻ അവസരം കിട്ടിയിട്ടുള്ളതിൽ ഡോക്ടർ ജോർജ് ജോസഫ്, അതുപോലെ തന്നെ ഡോക്ടർ ഫാബിയാൻ തുടങ്ങിയ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെയൊക്കെ നാവിൻ തുമ്പൽ എപ്പോഴും ശ്രീനിവാസൻ എന്നൊരു പേര് സ്ഥിരമായി കേൾക്കാറുണ്ട്. സുഹൃത്തുക്കളാണ്. എൻ്റെ ചോദ്യം, പ്രത്യേകിച്ചും താങ്കൾ ഈ യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ട്രിക്കുലി മുതൽ ആന്റണി ഗുണ്ടറസ് വരെയുള്ള സെക്രട്ടറി ജനറൽമാരുടെ ഒരു ചരിത്രമുണ്ടല്ലോ. ഈ സെക്രട്ടറി ജനറൽമാർ ഉണ്ടായ സമയത്ത് ലോകത്തിലുണ്ടായ യുദ്ധങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ഇന്ന് അതികഠിനമായ ലോകത്തിലൊരു മൂന്നാം ലോക മഹായുദ്ധത്തെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ. സെക്രട്ടറി ജനറലിന്റെ പേര് പോലും കേൾക്കാനില്ല. ഇല്ല. എന്താണ് അവസ്ഥ? ഈ അവസ്ഥയിലേക്ക് സെക്രട്ടറി ജനറൽ വന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോഴത്തെ ഒരു 80 വർഷത്തെ കഥയാണല്ലോ. അതെ. ഐക്യരാഷ്ട്ര സംഘടന 1945 രൂപപ്പെട്ടപ്പോൾ അതൊരു വലിയ ഒരു അനുഗ്രഹമായിട്ട് കണ്ടത്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഒരു പുതിയ ഐഡിയലിസ്റ്റിക് വേൾഡ്, ഡിസ്പ്യൂട്ട്സ് ഇല്ലാത്ത, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണ് അത് പരിഹരിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് വന്നത്. പക്ഷേ അത് രൂപീകരിച്ചപ്പോൾ അത് വിന്നേഴ്സ് ഓഫ് ദ വാറിൻ്റെ ഓർഗനൈസേഷനായിട്ട് മാറി. കാരണം ഈ 5 പെർമനന്റ് മെമ്പേഴ്സ്, അവർക്ക് തന്നെ ഈ വീറ്റോ കൊടുത്തിരിക്കുന്നത് അവർക്കുള്ള ഒരു അവാർഡായിട്ടല്ല, അവർക്കൊരു പുതിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഈ 5 രാജ്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ലോക സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത്. പക്ഷെ അത് സംഘടനമെന്ന് പറയട്ടെ പെട്ടെന്നൊരു കോൾഡ് വാറിലേക്ക് പോയി. തീർച്ചയായിട്ടും. അപ്പോൾ കോൾഡ് വാറിലേക്ക് പോയപ്പോൾ ഈ 5 പേരും കൂടി ഒന്നിച്ച് ശ്രമിക്കുമെന്നുള്ളൊരു സ്വപ്നത്തോടു കൂടി രൂപീകരിച്ച ഐക്യരാഷ്ട്ര സംഘടന പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. കാരണം ഒരാൾ ചെയ്യുന്നതിനെ മറ്റേയാൾ വീറ്റോ ചെയ്യും. അങ്ങനെ ഈ 80 വയസ്സ് കഥ നോക്കിയാൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തത് ഇതിൽ ഈ വിന്നേഴ്സ് ഓഫ് ദ വാറിന് ഇത്രയും അധികാരം കൊടുത്തുണ്ടാക്കിയ ഒരു സംഘടന എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ UN ചാർട്ടറിലുള്ള ഈ വീറ്റോ എന്ന് പറയുന്ന ഒരു പ്രത്യേകത, ഒരു പ്രതിഭാസം ആണ് യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്ര സംഘടന നശിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. വളരെ ചില അവസരങ്ങളിൽ മാത്രമേ ഈ 5 രാജ്യങ്ങളും ഒന്നിച്ച് ചേർത്ത് പ്രവർത്തിച്ചു. ഇറാഖ് വാറിൻ്റെ തീർച്ചയായിട്ടും. പക്ഷെ മറ്റെല്ലാ കാര്യങ്ങളിലും അവർ ഒന്നിച്ച് നിന്നിട്ടില്ല. ഇപ്പോൾ 21ാം നൂറ്റാണ്ടിലെ കാര്യം നോക്കിയാൽ അവർ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായപ്പോൾ ഈ പെർമനന്റ് മെമ്പർ യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി വീറ്റോ ഉപയോഗിക്കുന്നുള്ള ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ എന്താണ് കാണുന്നത്? 2 പെർമനന്റ് മെമ്പേഴ്സ് ശരിക്കും യുദ്ധം നടത്തുകയാണ്. റഷ്യ ഉക്രൈനിലും അതുപോലെ അമേരിക്ക ഇവരുടെ കൂട്ടം, ഇസ്രായേലിന്റെ കൂടെ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ സ്വപ്നം ശരിക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഈ ഒരു ബാലൻസിങ് സ്ട്രാറ്റജി ഇപ്പം സോവിയറ്റ് യൂണിയൻ ഉണ്ടായ സമയത്തും അതുപോലെ തന്നെ മറ്റ് അത്തരത്തിൽ കോൾഡ് വാർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബാലൻസിങ് സ്ട്രാറ്റജി പലപ്പോഴും ജനറൽ സെക്രട്ടറിമാർ കൊണ്ടുപോയിരുന്നു. ഇപ്പം കോഫി അന്നനാണെങ്കിലും അതിന് മുമ്പുള്ള പല പേരുകളും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ആ ശബ്ദം പോലും ഒരു ഫ്രണ്ട് പേജ് വരുന്ന രീതിയിലേക്ക് വരാത്തത് എന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നല്ലോ? പക്ഷേ സെക്രട്ടറി ജനറൽസിന്റെ വിജയം എപ്പോഴും ഈ പെർമനന്റ് മെമ്പേഴ്സിന്റെ സഹകരണത്തിൽ കൂടി മാത്രമേ സാധ്യമാകൂ. സെക്രട്ടറി ജനറൽ യഥാർത്ഥത്തിൽ അധികാരമൊന്നുമില്ല. അദ്ദേഹം ഒരു കോൺഷ്യൻസ് ഓഫ് മാൻ കൈൻഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലോകത്ത് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രിവെന്റീവ് ഡിപ്ലോമസിയാണ്. ഇതുണ്ടാകാൻ പോകുന്നു എന്നനുസരിച്ച് പ്രവർത്തനം തുടങ്ങാനുള്ള അധികാരം അദ്ദേഹത്തിന്. പക്ഷേ അത് കഴിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സെക്രട്ടറി ജനറൽ ഈസ് നോട്ട് ഇൻ ദ പിക്ചർ. അത് ഈ പെർമനന്റ് 5 പറയുന്നതിനനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു യൂണിഫോമായ ഇവരാരും സക്സസ്ഫുൾ ആയിരുന്നില്ല. ഒരു സെക്രട്ടറി ജനറലിനെ വെടിവെച്ച് കൊന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഹാമർഷോൾഡിന്റെ കാലത്തിൽ അതാണ് വിശ്വാസം. അപ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാജ്യം പേഴ്സണൽ നോൺ ഗ്രാറ്റ ആക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇസ്രായേലിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ ഇതൊക്കെ എന്ത് പരിതാപകരമാണെന്ന് നോക്കിക്കോളൂ. ഈ കോൺഷ്യൻസ് ഓഫ് മാൻ കൈൻഡിന് ഒരു രാജ്യത്ത് പോകാൻ പോലും സാധ്യമല്ല. അതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഈ 2 യുദ്ധങ്ങളുടെയും കഥകൾ മുഴുവനും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ വീറ്റോ ചെയ്യുന്നതുകൊണ്ട് അത് ടോട്ടലി ഇൻഎഫക്റ്റീവായി. അതുകൊണ്ട് നമ്മൾ വിഭാവന ചെയ്തിരുന്ന
ഒരു സ്വപ്ന ലോകമായിരുന്നു ഐക്യരാഷ്ട്ര സംഘടന. അതില്ലാതായിരിക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ ആ വേൾഡ് ഓർഡർ 1945 ശേഷം സ്ഥാപിക്കപ്പെട്ട ഈ ഒരു ലോകക്രമം അവസാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം.